ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാട്ടത്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കേക്കാണ് വേണ്ടതെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ ആ പച്ചമണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബൂസ്റ്റ് പൊടിയാണ്. അപ്പോൾ ബൂസ്റ്റ് ഞാൻ 3 പാക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 രൂപയുടെ 3 പാക്കറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായും ചേർക്കേണ്ട ഒന്നാണ് കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം ഈ ബൂസ്റ്റ് ചേർത്തെങ്കിലേ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ നമുക്ക് പതിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പതിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒരു കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഇതെടുക്കാനായിട്ട്. ഇനി കുറേശ്ശെയായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കുറേശ്ശെയായി ചേർത്താൽ മതി. മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് കുറേശ്ശെയായി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കറിലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ഏത് പാത്രത്തിലായാലും നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും. കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും നമ്മൾ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ ഏതൊരു പാത്രം നമ്മൾ ഏതിലാണോ സാധാരണ യൂസ് ചെയ്യാറുള്ളത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആ പാത്രം തന്നെ മതി. ഞാനിവിടെ കുക്കർ ഉപയോഗിച്ചതേ ഉള്ളൂ. കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ കുക്കർ വെക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മൾ ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുക്കണം. പഴയൊരു പാത്രം നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരിയെടുത്തിട്ട് വേണം കുക്കർ അടച്ചു വെക്കാനായിട്ട്. ഇനി ഇതൊരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ ആവി വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ ഇനി ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൊള്ളി വെച്ചൊക്കെ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ബൂസ്റ്റും പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന്. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്രയും ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.